ഞാൻ JCT കളിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ കോഴിക്കോടാണ് കളി നടക്കുന്നത്, സിസേഴ്സ് കപ്പ് നടക്കുന്നത്. അപ്പം അന്ന് 4 മണിക്കാണ് കളി. അന്ന് ഫെഡറേറ്റും ഉണ്ടായിരുന്നു, 4 മണിക്കാണ് കളി. അപ്പോൾ ഭയങ്കര ക്രൗഡും, കോഴിക്കോട് കളിയെന്ന് പറഞ്ഞൂടെ ഭയങ്കര ക്രൗഡാണ്. അപ്പം അന്ന് പെയർലെസ് ആയിട്ടാണ് കളി, പുറത്തുള്ള മലേഷ്യയുടെ ഇതൊന്നല്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് ആ ഷാർട്ട് സെക്കൻഡിൽ ആ ഒരു മൂവ്മെന്റിലേക്ക് അത് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് അടിച്ചു, അത് പോയി ഗോളായി. അത്രയും മലയാളികൾ ഇരുന്ന് കളിയാണ്. അത് കാലിക്കറ്റ് ടച്ച് ലൈൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് കളിയാണ്. കാലിക്കറ്റ് പിന്നെ അറിഞ്ഞൂടെ, അതൊരു വലിയൊരു, എന്നെ സംബന്ധിച്ച് വലിയൊരു മുഹൂർത്തമാണ്. പിന്നെ അതുപോലെ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ അറിയാണ്ട് പറ്റിയിട്ടുള്ളതാണ്. കാരണം ഈ നജീബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ്, കണ്ണൂക്കാരനാണ് നജീബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവര് ടച്ച് ചെയ്തു, ഭൂട്ടാന്റെ എതിര് ടച്ച് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഓടി വന്നപ്പോ പിന്നെ കാര്യം ബോൾ കിട്ടി. അപ്പൊ ഞാൻ റൈറ്റ്, അവൻ ലെഫ്റ്റ് സ്ട്രൈക്കർ, ഞാൻ റൈറ്റ് സ്ട്രൈക്കർ കളിക്കുക. അപ്പൊ ബോൾ ഇങ്ങനെ ഇട്ടെന്നോ ഞാൻ വെറുതെ അടിച്ച കിട്ടിയ അങ്ങനെ നോക്കിയിരുന്നു, വെറുതെ അടി അടിച്ചതാണ്. അപ്പൊ അത് ഗോളായി. അപ്പൊ കോച്ചുണ്ട്, സുഖീന്ദർ സിംഗ് ആയിരുന്നു കോച്ച്. അപ്പൊ ആളിപ്പോ വന്നിട്ട് ടീമിനെ സെറ്റ് ഇങ്ങനെ കളിക്കാൻ തുടങ്ങുന്ന ഇങ്ങനെ വന്നിട്ട് പറയും, അവിടെ നിൽക്ക് പ്ലേയേഴ്സ്, അവിടെ നിൽക്ക്. തിരിച്ചു വന്ന് കസാരയിലിരുന്ന് നോക്കിയപ്പോ ഇന്ത്യ ഒരു ഗോൾ ലീഡ് ചോദിക്കില്ലേ കോച്ച്, പ്ലേയേഴ്സ് അത് ചോദിക്കില്ലേ. അപ്പൊ സാർ വിജയൻ അബി ഗോൾ ഇന്ന ചെല്ലി ഇത്ര പെട്ടെന്ന് ആളെന്നെ കണ്ടിട്ടില്ല അത്. അപ്പൊ അങ്ങനെ ഗോളായി. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ഫോൺ ചെയ്യുമ്പോ നേപ്പാളിലായിരുന്നു കളി. അപ്പൊ ഫോൺ ചെയ്യാറുണ്ട്, വൈഫിന് ഫോൺ ചെയ്യുമ്പോ അപ്പൊ ഇയാളെ എന്റെ ബാക്കിൽ വന്നിട്ട് വിജയന് സർ अरे यार वेल्ड रिकॉर्ड है वेल्ड रिकॉर्ड है मुझे क्या नहीं तू अभी गोल मारना ആളെ പറഞ്ഞ എൻ്റെ അടുത്ത് ഗോൾ മാറണ 12 സെക്കൻഡ് यार ആ ഞാനത്ര ഇതാക്കിയില്ല. പക്ഷെ പിന്നെയാണ് എൻ്റെ വാല്യൂ മനസ്സിലായത്. 12 സെക്കൻഡിൽ അന്നൊരു വേൾഡ് റെക്കോർഡ് ആയിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് ഗോളാണ്. അതൊക്കെ ആ ഒരു നിമിത്തം കൊണ്ട്, ആ സമയം കൊണ്ട് അങ്ങനെ നടന്നു പോയതാണ് അതൊക്കെ. ഈ തഗ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഒരു തർക്കുത്തരം പറയാ, അല്ലെങ്കിൽ ഒരു തരതരം പറയാന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ കാലം മാറി. ഇപ്പൊ നമ്മളെല്ലാവരും വളരെയധികം ഈ തഗ് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ഞാൻ വിലയിരുത്തുന്നത്? പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതുപോലെ തഗ് പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രായമുള്ള ആൾക്കാരെടുക്കുന്ന വല്ല ചീത്തയോ അടിയോ നമ്മൾ പരിസരം മറന്നൊന്നും പറയാൻ പാടില്ല ഒരിക്കലും. എന്തും പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ കാർ ഫെസ്റ്റില് പോയ സമയത്ത് ഒരു കാർ എന്ന് പറഞ്ഞ മാതൃഭൂമിന്റെ ഒരു ഫെസ്റ്റിൽ പോയപ്പോ അവിടെ വയസ്സായ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, നിങ്ങൾ ശ്രീനിവാസനെ കുറ്റം പറയാൻ നിങ്ങളായിട്ടില്ല. ഞാൻ അതിലൊരു വിഷയം പറഞ്ഞിരുന്നു. അതിലെ വിഷയം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തക വായന, എന്താ ഫെമിനയുടെ വിഷയമാണ് പുസ്തക വായനയും ടോളറൻസ്, വിസ്ഡം, അറിവ്, വകതിരിവ് എന്നൊക്കെ പറഞ്ഞ പോലെ വിസ്ഡവും നോളജിനെ കുറിച്ചുള്ള ഡിഫറൻസ്. നോളജ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടാണല്ലോ. അപ്പൊ ഞാൻ അതിന് മുന്നത്തെ വർഷം ഇപ്പൊ വായിക്കുന്നവർക്കിടയിൽ എന്തുകൊണ്ട് ടോളറൻസ് ഇല്ല, വായിക്കുന്നവരുടെ നോളജ് ഉള്ളവർക്ക് ഞാൻ കണ്ടിട്ടുള്ള വളരെ ഒരുപാട് വായനാശീലമുള്ള ആൾക്കാർ അതിൽ നിന്ന് ആർജിക്കുന്ന എന്താണ് നമ്മൾ ബേസിക്കലി അറിവ്, സ്പീക്കിംഗ് സ്കിൽസ്, യുവർ വൊക്കാബുലറി. അതോടൊപ്പം തന്നെ ലോകത്തിനെ ഒരു വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു പെർസ്പെക്റ്റീവിൽ, ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുക, മനുഷ്യന്മാരെ കാണാൻ പറ്റുക വായനക്കാർക്ക്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള അത്യാവശ്യം വായിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അഹങ്കാരികളാണ്. അതിലൊരു അഹങ്കാരിയാണ് എൻ്റെ അച്ഛനെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് അപ്പൂപ്പൻ, ശ്രീനിവാസൻ ഫാനായ അപ്പൂപ്പൻ പറഞ്ഞു, ശ്രീനിവാസനെ പറ്റി കുറ്റം പറയാൻ നിങ്ങളായിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ തിരിച്ചൊരു മറുപടി കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രായം പോലും ഞാൻ എന്തോ പറഞ്ഞു ഇതേപോലെ. ഞാൻ പറഞ്ഞു, എന്റെ അച്ഛനെ എനിക്കറിയാം, ഞാൻ എന്തോ അങ്ങനെപോലെ പറഞ്ഞു, ചേട്ടനേക്കാൾ നന്നായിട്ട് ശ്രീനിവാസനെ മനസ്സിലാക്കിയ ആളാണെന്ന് പറയുന്നു. ആൾക്കാർ എന്തോ കൈയടിക്കുന്നു, പോകുന്നു. അപ്പൊ പിന്നീട് ഞാൻ ആലോചിച്ചു, അത് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാൻ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ പ്രായമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം അത്രയും ആൾക്കാരെ മുന്നിലെ പരിഹാസനായി അദ്ദേഹം നാളെ നോക്കിയതാണെങ്കിൽ പോലും, ചിലപ്പോൾ ജെനുവിൻലി പറഞ്ഞതാണെങ്കിലും. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു. എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയണം, അദ്ദേഹത്തിന് വിഷമമായിട്ടുണ്ടെങ്കിൽ. അപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മുടെ വാക്കുകളോ ചില കാര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഇത്തരം പറയുന്ന കാര്യങ്ങൾ. ഞാൻ ഏതോ ഒരാൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു,
ഞാൻ ഷൂട്ടിന്റെ തിരക്കും കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരുപാട് എന്തൊക്കെയോ ഇതിൽ ആലോചിച്ച് എൻ്റെ അടുത്ത് ഒരു പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരുപാട് ദൂരത്ത് നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ ഓടി വരുന്ന സമയത്ത് പറഞ്ഞു, നീ എവിടെയും ദൂരെ പോയി നിൽക്കുന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ കാണുന്ന അവനെ വിഷമിച്ച് അവിടെ പോയി നിൽക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ പിന്നെ അവനെ ഞാൻ കണ്ട സമയത്ത് അവൻ വൈകിട്ട് വരെ കാണാൻ വേണ്ടി ഇവിടുന്ന് വന്നതാ. അപ്പൊ ഞാൻ ഉച്ച കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നീ പോയില്ല ചേട്ടനല്ലേ കുറെ ദൂരെ പോയി നിൽക്കാൻ. അപ്പൊ ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഡിപ്പെൻസ്. അപ്പൊ ഞാൻ പലപ്പോഴും ഷാറുഖ് ഖാന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ കണ്ട സമയത്ത് ഞാൻ പുള്ളി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇതിനെയൊക്കെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നു, അവർ നമ്മളെ അഭിപ്രായം പറഞ്ഞു, അതൊക്കെ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്ക് നമ്മുടെ മൂഡോ നമ്മുടെ ഇതോ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് നമ്മളെ ഇഷ്ടമാണ്. നമ്മുടെ അടുത്ത് ഒരാൾ വരുന്നപ്പോൾ എന്നോട് ഇന്ന് തന്നെ കുറെ ചോദിച്ചു, ഫെമിന എന്നോട് ചോദിച്ചു, ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുമ്പോൾ ബുദ്ധിമുട്ടില്ലേ? നമ്മളെ അറിയാവുന്ന നമ്മളെ ഇഷ്ടമുള്ളതല്ലേ? അല്ലെങ്കിൽ നമ്മളോടൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്ത് അവരെന്താ പുഴുകി തിന്നോ? ഇല്ലല്ലോ. അത് ആരെങ്കിലും 10 വരെ കാണിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം അവർ ഇതാക്കും. ഒരാൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞാൻ പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വീഡിയോ കോളില് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു, ചേച്ചിയാ ഗുജറാത്തിൽ നിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നീ ഏതാണോ അത് ഞാൻ ചോദിച്ചു. ഇവനെ എനിക്ക് അറിയില്ല. ഇവൻ രാത്രി 12 മണിക്ക് വീഡിയോ കോൾ ചെയ്ത് ചേച്ചിയാ എന്ന് പറഞ്ഞു. ഇവന് അപ്പൊ അവനെ വിഷമായി. കാരണം അവന്റെ ചേച്ചിയോട് അവൻ പറഞ്ഞിട്ടുണ്ടാവുക, ധ്യാൻ ചേട്ടനുണ്ട്, ഇവിടെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തരാം എന്നൊക്കെ പറഞ്ഞു. അതിന് മുന്നേ ഇവനെ പോകുന്ന വഴിക്കാരെ ഞാനിങ്ങനെ ചിരിച്ചു, കൈ കാണിച്ചു. അപ്പൊ അവനൊരു അടുപ്പം തോന്നിക്കാണും എന്നോട്. ഇതായി. അപ്പൊ അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു ചെയ്തു. അപ്പൊ ഞാൻ പിന്നീട് റൂമിൽ പോയപ്പോ എനിക്ക് വിഷമായി. ഞാൻ പറയാൻ പാടില്ല, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. രാത്രി അവനെ കാണാൻ കിട്ടില്ലല്ലോ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ തർക്കുത്തരത്തിന്റെയും ചിലപ്പോ വേറൊരാളായിരുന്നെങ്കിൽ ഹലോ, അപ്പൊ ഇത് നമുക്ക് ഫേക്ക് ചെയ്യാൻ അറിയാത്തതിന്റെ പ്രശ്നമാണ്. ചില ആൾക്കാർ ഇതിനെ ഫേക്ക് ചെയ്യും. ഏത് ആ പണം ചേച്ചി എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാർ, നമുക്കത് അറിയില്ല. അപ്പൊ ഞാനത് പറഞ്ഞു പോകും. അപ്പൊ അന്ന് ഒരു വിഷമായി കാണും. പക്ഷെ നമ്മൾ ചീത്ത പറയുന്നല്ല പറയണം. പക്ഷെ ഞാൻ ചോദിച്ചു, ആത്മാർത്ഥമായി ചോദിച്ചു, അത് നീ ഏതാന്ന് ചോദിച്ചു. ഇത് ഞാൻ ചേച്ചിനോട് പറയുകയും ചെയ്തു, ചേച്ചി ഇവൻ ഭയങ്കര ശല്യം, ഇവൻ കുറെ നേരമായിട്ട് ഇവിടെ തിരിഞ്ഞു കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോറി മോനെ, ചേച്ചി പറഞ്ഞ കട്ടും ചെയ്തു. ഇവരെല്ലാം ചോദ്യം ചോദിച്ചു, നമ്മളും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ ദോഹയിലേക്ക് വരുമ്പോ ചോദ്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ഇവരോടൊക്കെ പറയാൻ? അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ വന്നോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മനസ്സിലുള്ള കാര്യമല്ലേ, ഞാൻ അച്ഛനായിട്ട് ഞാൻ ഭയങ്കര അടുപ്പമുള്ള. ഞാൻ ജഗദേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഇതൊരു ആഡ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിൽ വരുമ്പോൾ പറഞ്ഞില്ലേ. പക്ഷെ അവര് ചേട്ടൻ, ഞാൻ ജഗദേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ചേട്ടൻ സിനിമയിൽ കാണുന്ന പോലെ അല്ല. അച്ഛനായാലും ചേട്ടൻ ഭയങ്കര ചിരിപ്പിക്കലും അല്ലേ, നമ്മളൊക്കെ ഇടയ്ക്ക് ചിരിപ്പിച്ചില്ലാണ്ടാക്കും. പക്ഷെ റിയലായിട്ടൊക്കെ ഇടയ്ക്ക് വർത്താനം പറയും, ഭയങ്കര സീരിയസ് ആണ്. ജഗദേട്ടനോട് വർത്താനം, ജഗദേട്ടൻ എനിക്കറിയാത്ത കാര്യം എന്തോ നാളത്തെ ആൾക്കാരുടെ പേരൊക്കെ എന്നോട് എനിക്ക് വിളിച്ചു കിട്ടാനാ. ഞാൻ ചേട്ടാ ഞാൻ സംബന്ധിച്ചു. പക്ഷെ അവര് ഭയങ്കര സീരിയസ് ആണ്. നമ്മളൊക്കെ കുറെ ചെറുപ്പിച്ചു അല്ലേ, ചിരിപ്പിക്കലും ഓരോ ജഗദേട്ടനായാലും ശ്രീരേട്ടനായാലും ഓരോ ഭാഗങ്ങൾ നമ്മളിപ്പോഴും ചിരിക്കും. പക്ഷെ അവര് ഭയങ്കര സീരിയസ് ആണ് ലൈഫിൽ അല്ലേ. ഞാനെന്ത് തോന്നുന്നത്, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്ന കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു, അച്ഛനായിക്കോട്ടെ ജഗതിച്ചേട്ടനായിക്കോട്ടെ, ഇവരൊക്കെ പലരെയും ചിരിപ്പിക്കുന്ന സമയത്ത് ഇവർ റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെയൊന്നും അല്ല. അപ്പൊ ഞാൻ വിചാരിക്കും, ഇവരുടെ മേ ബി ഇവര് കടന്നു വന്ന വഴികളിലൊക്കെ തന്നെ ഇവരെവിടെയൊക്കെയോ ഇവര് സെലിബ്രേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, ചിരി മാഞ്ഞു പോയിട്ടുണ്ട് ഇവരുടെ. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു പെയിനുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛനൊക്കെ ആ ഒരു സാധനം ഉണ്ട്, എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു വേദന ഉണ്ട്. ഇവര് ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുന്ന സമയത്ത് പോലും ഇവരാരും ചിരിപ്പിക്കാനും പറ്റൂല. മനസ്സിലായില്ലേ? ഇവർ ചിരിക്കൂല. ആൻഡ് എന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ടേൺ ഓഫ് എന്ന് പറയുന്നത്, ഒരു മോശം സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളെ നമുക്ക് സഹിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട്, ഇപ്പൊ എന്റെ അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ തമാശക്കാരാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും ജഗചേട്ടനും ഇരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ വന്നിട്ട്, ചേട്ടാ എന്നിട്ട് ഇവര് കോമഡി പറയും. അപ്പൊ അവരിങ്ങനെ നോക്കിയിരിക്കും ഇവരെ കോമഡി കേട്ടിട്ട്. അവര് ഇളിഭ്യരായിട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കാരണം എവിടെയോ നിൽക്കുകയാണ്, ഇവരുടെ മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റൂല. അങ്ങനെ ചില ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇരിക്കും, ഇവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ തന്നെ ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പറ്റുന്ന വെച്ചാൽ ഇവരെന്താ
ഇവരേതാ, കാരണം ഇവരുടെ ഇന്റലക്ട് എന്താണ്, ഇവർ ചിന്തിക്കുന്ന എന്താണ്, ആൻഡ് ഇവർ വന്ന വഴികളൊക്കെയാണിത്. കാരണം ഇവരെല്ലാം ട്രെയിൻഡ് ഇൻ എ വേ ദാറ്റ് ഇവർ ക്യാമറയുടെ മുന്നിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ അങ്ങനെ ആയിപ്പോയ ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേറൊരു ലൈഫില്ല, വേറൊരു പേഴ്സണൽ സന്തോഷമില്ല. അവരുടെ രസങ്ങളും ചിരികളും ഒക്കെ തന്നെ ഈ ക്യാമറയുടെ മുന്നിലാണ് ഇവർ അൺലീഷ് ചെയ്യുന്നത്. ഇതൊക്കെ ചിലർ നമ്മൾ പറയുമല്ലോ, ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു സെലക്ടറിൽ പറയുന്നുണ്ടായിരുന്നു, എന്റെ വേദനകളൊക്കെ ഞാൻ പാടി തീർക്കുകയാണ് സ്റ്റേജിൽ നിന്ന്. കാരണം അവർ അൺലീഷ് ചെയ്യുന്നത് അവർ ലൈവിൽ പെർഫോം ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ പറയുന്നത് റൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ അതുപോലെയാണ് അവർക്ക് ക്യാമറയുടെ മുന്നിൽ പെർഫോം ചെയ്യുക. അവരുടെ ചിരിയും കളിയും സന്തോഷവും ഒക്കെ തന്നെ ഈ ക്യാമറ കട്ടായാൽ ഇവർ വേറെ രണ്ടാൾക്കാരെ, ചേട്ടൻ പറഞ്ഞത് ആ ഒരു ഒബ്സർവേഷൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചില ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ, അച്ഛനെന്നാലും പലപ്പോഴും ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കും, പറയാറുണ്ട്, കളിയാക്കൽ. പിന്നെ എന്ത് പറഞ്ഞാലും കളിയാക്കൽ ഉണ്ടാവും അതിന്റെ അവസാനം. ജയചേട്ടൻ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സിനിമയിൽ ഇത്രയും ചിരിപ്പിക്കുന്ന ഒരാള്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സീരിയസ് ഞാൻ തന്നെ ഷോക്കായി പോയി. ഇങ്ങനെ നമ്മളിപ്പോ വിചാരിച്ചു ഇങ്ങനെ തമാശയും ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, എവിടെ തമാശ അത് നോക്കിയായിരിക്കും ഇപ്പൊ തമാശ വരുന്നത് വെച്ചിട്ട് എവിടെ കിട്ടാനാ. മണി വേറെ മണിയുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോ കുറെ തമാശ പറയാം. മണി എപ്പോഴും തമാശ പെട്ടെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പണി ഒന്ന് പതുക്കെ എന്നിട്ട് കണ്ടത് എനിക്ക് വേറെ ആളത്തിന് പിടി കിട്ടരുത്. പെട്ടെന്ന് ഒരു തമാശ പിന്നെ വേറെ തമാശ വരും. അവര് മണിമേലിനെ അങ്ങനെയുള്ളൂ, ഒരു ഭയങ്കര എൻജോയ് ടൈപ്പാണ്.